In module 2 we are going to discuss about business models and concept. What is business model? It is a method of doing business by which a company can sustain itself, which is to generate revenue. ഒരു കമ്പനിക്ക് അതിൻ്റെ വരുമാനം ഉണ്ടാക്കി നിലനിന്ന് പോകാനായിട്ട് എന്തൊക്കെ ആക്ഷൻസ് ചെയ്യണമോ അതിൻ്റെ എല്ലാം കൂടിയാണ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് സ്പെൽസ് ഔട്ട് ഹൗ എ കമ്പനി മേക്സ് മണി ബൈ സ്പെസിഫൈങ് വെയർ ഇറ്റ് ഈസ് പൊസിഷൻഡ് ഇൻ ദ വാല്യൂ ചെയിൻ. ഇവിടെ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നുണ്ട്. വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിനും മുമ്പും അതിന് ശേഷവും ഒരുപാട് ആക്ഷൻസ് നടക്കുന്നുണ്ട്. ചിലപ്പം ആ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ആയിരിക്കാം, അതുപോലെ മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് ഡിസൈൻ പാർട്ട് ഉണ്ടായിരിക്കാം, മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡിങ് ഉണ്ടായിരിക്കാം, അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരിക്കാം, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കാം, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ചാർജസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടാണ് ഒരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഇനി കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ഒരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം ഇവിടെ നടക്കുന്ന ഓരോ ആക്ഷൻസിനും മാനുഫാക്ചറിങ് ആയിരിക്കാം, ഡിസൈനിങ് ആയിരിക്കാം, അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ചാർജസ് ആയിരിക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ചാർജസ് അല്ലെങ്കിൽ ഓരോ വാല്യൂസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ചെയ്യാനൊരു കോസ്റ്റ് ഉണ്ടായിരിക്കും, മാനുഫാക്ചർ ചെയ്യാനൊരു കോസ്റ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസിൻ്റെ കോസ്റ്റ് ഉണ്ടായിരിക്കാം, മൂവ് ചെയ്യുന്ന ആൾക്കാരുടെ കോസ്റ്റ് ഉണ്ടായിരിക്കാം, ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുടെ കോസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വാല്യൂ ചെയിൻ മോഡൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്, ഓരോ പ്രോസസ്സിനും എന്തുമാത്രം പ്രൈസിംഗ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വാല്യൂ ചെയിൻ മോഡലിലൂടെയാണ് പറയുന്നത്. ഇനി എ ട്രാൻസാക്ഷൻ ഇൻ ആൻ ഇലക്ട്രോണിക് മാർക്കറ്റ് റെപ്രസെൻറ്റ്സ് എ നമ്പർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. അപ്പോൾ ഇലക്ട്രോണിക് മാർക്കറ്റിലെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പാർട്ടീസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അത് ചിലപ്പം ബിസിനസ്സുകൾ തമ്മിലായിരിക്കാം, ചിലപ്പം ബിസിനസ്സുകളും കസ്റ്റമേഴ്സും തമ്മിലായിരിക്കാം, ചിലപ്പോൾ കസ്റ്റമേഴ്സുകൾ തമ്മിലായിരിക്കാം. അപ്പം ഏത് പാർട്ടീസാണോ, പാർട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരെയാണ് പാർട്ടീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സുകളായിരിക്കാം. ട്രാൻസാക്ഷൻ മേ ഗോ ത്രൂ സെവറൽ ട്രേഡിംഗ് സ്റ്റെപ്സ് സച്ച് ആസ് മാർക്കറ്റിംഗ്, ഓർഡറിംഗ്, പേയ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഡെലിവറി. നമ്മൾ വാല്യൂ ചെയിൻ മോഡലിൽ കണ്ടാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നാണ് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഓർഡറിംഗ്, പേയ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഡെലിവറി പോലെയുള്ള സ്റ്റെപ്പുകൾ കൂടിയായിരിക്കാം ട്രാൻസാക്ഷൻ കടന്നു പോകുന്നത്. ഇലക്ട്രോണിക് മാർക്കറ്റ് ഹാസ് 3 functions: matching buyers and sellers, facilitating commercial transaction, providing legal infrastructure. ഫസ്റ്റ് പോയിന്റ് നോക്കാം, മാച്ചിങ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും മാച്ച് ചെയ്യണം. ഒരു ഇലക്ട്രോണിക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ മാർക്കറ്റ് പോലെ തന്നെയാണ്. സാധാരണ ഒരു മാർക്കറ്റിൽ എങ്ങനെയാണോ ആക്ഷൻസ് നടക്കുന്നത്, അവിടെ കുറേ സെല്ലേഴ്സ് കാണും. ബയേഴ്സ് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സിനെ അവർ ആ സെല്ലേഴ്സിൻ്റെ ഇടയിൽ നിന്നും സെലക്ട് ചെയ്ത് വാങ്ങിക്കും. അങ്ങനെയാണ് നോർമൽ മാർക്കറ്റ് നടക്കുക. അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് മാർക്കറ്റിലും നടക്കുന്നത്. അവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാച്ചിങ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. അപ്പം ബയേഴ്സ് തീരുമാനിക്കണം ഏത് സെല്ലറിൻ്റെ അടുത്ത് നിന്നും ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു. അത് ചിലപ്പം പ്രൊഡക്റ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ടായിരിക്കാം, അതുപോലെ തന്നെ ചിലപ്പം സെല്ലേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടായിരിക്കാം, കോസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടായിരിക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടായിരിക്കാം. അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയതിന് ശേഷമായിരിക്കും അവിടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സെല്ലേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഏത് കസ്റ്റമേഴ്സിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ അട്രാക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് സെല്ലേഴ്സാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു മാച്ചിങ് നടന്നാൽ മാത്രമേ ആ മാച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഒരുപാട് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് സെല്ലേഴ്സും ബയേഴ്സും തമ്മിൽ, അല്ലേ? ഒരു നോർമൽ മാർക്കറ്റിൽ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെയുള്ള എല്ലാ ആക്ഷൻസും ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിലും നടക്കുന്നുണ്ട്. ഒരു സാധാരണ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യുന്നത്, ആ നടക്കുന്ന എല്ലാ ആക്ഷൻസും ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിലും നടക്കുന്നുണ്ട്. ഇനി പ്രൊവൈഡിങ് ലീഗൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം കുറേ റെഗുലേഷൻസും റൂൾസും ഒക്കെ ഇലക്ട്രോണിക് മാർക്കറ്റിനുണ്ട്. സാധാരണ ഒരു മാർക്കറ്റ് പോലെയല്ല ഇലക്ട്രോണിക് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണെങ്കിലും ഒരുപാട് ബാരിയേഴ്സ് ഇലക്ട്രോണിക് മാർക്കറ്റിനുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഒരു ഇൻ്റർനെറ്റ് വഴി നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഷോപ്പിൽ പോയി ചെയ്യുന്നതുമുള്ള
എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ? ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പം അത് ഒരു പ്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു മൈനസ് ആയിരിക്കാം. അത് ഇലക്ട്രോണിക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സിൻ്റെ ഒരു പ്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇ കൊമേഴ്സിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ആയിരിക്കാം. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഒരുപാട് ലീഗൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ദീസ് ഹെൽപ്സ് മാർക്കറ്റ് എഫിഷ്യൻസി ആൻഡ് റിഡ്യൂസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റിനെ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ് ഈസ് സപ്പോർട്ടഡ് ബൈ ഇലക്ട്രോണിക് ട്രേഡ് പ്രോസസ്, സെർച്ച്, വാല്യുവേഷൻ, പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ്, ലോജിസ്റ്റിക്സ്, ഒതൻറ്റിക്കേഷൻ, എക്സെട്ര. അപ്പോൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസ് ഈസ് സപ്പോർട്ടഡ് ബൈ ഇലക്ട്രോണിക് ട്രേഡ് പ്രോസസ്. അപ്പോൾ ട്രേഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെർച്ച് ആകാം, നമ്മൾ പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ സെല്ലേഴ്സിനെ സെർച്ച് ചെയ്യാം, അതിനെ വാല്യുവേറ്റ് ചെയ്യാം, അതിനെ പർച്ചേസ് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം, സെറ്റിൽമെൻറ്റ്, ലോജിസ്റ്റിക്, അതുപോലെ തന്നെ ഒതൻറ്റിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെ ഫിഗറാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഒരുപാട് ബയേഴ്സുമുണ്ട്, ഒരുപാട് സെല്ലേഴ്സുമുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റ് ആകുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു മാർക്കറ്റ് ആകുമ്പം ഒരുപാട് ബയേഴ്സുമുണ്ട്, ഒരുപാട് സെല്ലേഴ്സുമുണ്ട്. സാധാരണ ഒരു മാർക്കറ്റ് പോലെ തന്നെയാണ് ഈ മാർക്കറ്റിലും ഇതുപോലെ ഒരുപാട് ബയേഴ്സും കാണും, ഒരുപാട് സെല്ലേഴ്സും കാണും. അപ്പം ഈ ബയേഴ്സിനും സെല്ലേഴ്സിനും ഇടയ്ക്ക് ഇ കൊമേഴ്സ് ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെർച്ച്, വാല്യുവേഷൻ, ലോജിസ്റ്റിക്സ്, പേയ്മെൻറ്റ്സ്, ഒതൻറ്റിക്കേഷൻ പോലെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബയേഴ്സ് ഇതിലേതെങ്കിലും സർവീസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഏതെങ്കിലും ഒരു സെല്ലേഴ്സിനെ ചൂസ് ചെയ്ത് അയാളുടെ പ്രൊഡക്റ്റിനെ വാങ്ങിക്കുന്നത്. E-commerce definition: technology mediated exchanges between parties as well as electronically based intra or inter-organizational activities that facilitate such exchanges. അപ്പോൾ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നോളജി മീഡിയേറ്റഡ് എക്സ്ചേഞ്ചസ് ആണ്. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചസ് ആണ്. ഇനി ആരൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ പാർട്ടീസ് ആസ് വെൽ ആസ് ഇലക്ട്രോണിക്കലി ബേസ്ഡ് ഇൻട്രാ ഓർ ഇൻ്റർ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്. പാർട്ടീസ് തമ്മിലും ആകാം, അതുപോലെ തന്നെ ഇൻട്രാ ഓർ ഇൻ്റർ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷനുള്ളിലുള്ളതോ പുറത്തുള്ളതോ ആയിട്ടുള്ള ആക്ടിവിറ്റീസും തമ്മിലും ആകാം. ദാറ്റ് ഫെസിലിറ്റേറ്റ് സച്ച് എക്സ്ചേഞ്ചസ്. അങ്ങനത്തെ എക്സ്ചേഞ്ചസ് സപ്പോർട്ട് ചെയ്യുന്ന ആര് തമ്മിലും ആകാം. അതിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. വെബ് ചാനൽ പ്രൊവൈഡ്സ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ നെറ്റ്വർക്ക് ആയതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സിനെയും വ്യൂവേഴ്സിനെയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കളക്ട്സ് ലാർജ് എമൗണ്ട് ഓഫ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ എവരി യൂസർ ആക്ഷൻ. അപ്പം ഈ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ തന്നെ ആയിരിക്കാം നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി മുതൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വരെ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എ കമ്പനീസ് ബിസിനസ് മോഡൽ ഈസ് ദ വേ in which it conducts business in order to generate revenue. അപ്പോൾ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻസിനെ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കമ്പനീസ് ആർ ക്രിയേറ്റിംഗ് ന്യൂ ബിസിനസ് മോഡൽസ് ആൻഡ് റീഇൻവെൻറ്റിംഗ് ഓൾഡ് മോഡൽസ്. കമ്പനീസ് പുതിയ ബിസിനസ് മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പഴയ ഓൾഡ് മോഡൽസിനെ റീഇൻവെൻറ്റ് ചെയ്യുന്നു. There are many different ways to categorize ഈ ബിസിനസ് മോഡൽസ്. They can be broadly classified as, നമുക്ക് പല രീതിയിൽ ഈ ബിസിനസ് മോഡൽസിനെ ക്ലാസിഫൈ ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് ഓരോന്നും എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓരോ ക്ലാസിഫിക്കേഷനും എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ബിസിനസ് മോഡൽസ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ഓഫ് ട്രാൻസാക്ഷൻ പാർട്ടീസ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ പാർട്ടീസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഈ ബിസിനസ്സിനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ട്രാൻസാക്ഷൻ പാർട്ടീസ് എന്ന് മീൻ ചെയ്യുന്നത് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആകാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആകാം. അതിനെയാണ് ട്രാൻസാക്ഷൻ പാർട്ടീസ് എന്ന് പറയുന്നത്. അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ബിസിനസ്സിനെ മോഡലിനെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ ബിസിനസ് മോഡൽ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ടൈപ്പ്. ഏതൊക്കെ ടൈപ്പിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടോ അതിൻ്റെ ബേസിൽ നമുക്ക് ഈ ബിസിനസ് മോഡൽസിനെ
കാറ്റഗറൈസ് ചെയ്യാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതിനെയാണ് ഈ ബിസിനസ് മോഡൽ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ടൈപ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് റവന്യൂ മോഡലിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റവന്യൂ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിക്ക് ഒരു വരുമാനം കിട്ടാൻ വേണ്ടി ഏതൊക്കെ രീതിയിലാണ് ആക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതിനാണ് റവന്യൂ മോഡൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സെയിൽസ്. പ്രൊഡക്റ്റ് സെയിൽസിൻ്റെ ബേസിൽ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്തു അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു കസ്റ്റമറിന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് ചെയ്ത പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നും ഒരു ചാർജിനെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ മോഡൽ. സബ്സ്ക്രിപ്ഷൻ മോഡൽ ദാറ്റ് ചാർജസ് എ ഫിക്സ്ഡ് മന്ത്ലി ഓർ ആനുവൽ റെൻ്റൽ ഫോർ ദ സർവീസസ്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ മോഡലിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ മോഡലായിരിക്കും അല്ലേ, ചിലപ്പോൾ മന്ത്ലി ചാർജിങ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുന്നുള്ളവർക്കറിയാം, പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുള്ളവർക്കറിയാം, ചിലപ്പം 1 ഇയർ ആകുമ്പോൾ ചിലപ്പോൾ റിന്യൂ ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾ എന്തെങ്കിലും പേ ചെയ്തുകൊണ്ടിരിക്കണമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മോഡൽസിനാണ് സബ്സ്ക്രിപ്ഷൻ മോഡൽസ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസാക്ഷൻ ഫീ മോഡൽ. ട്രാൻസാക്ഷൻ ഫീ മോഡൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ചാർജസ് എ സർവീസ് ഫീ ബേസ്ഡ് ഓൺ വോളിയം ആൻഡ് വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഓഫേർഡ്. അപ്പോൾ ട്രാൻസാക്ഷൻ മോഡൽ ചെയ്യുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ട്രാൻസാക്ഷന് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസിന് അവരൊരു സർവീസ് ചാർജ് ഈടാക്കുന്നു. അത് ചിലപ്പം ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ആ സർവീസിൻ്റെ കോസ്റ്റ് ആയിരിക്കണമെന്നില്ല, ആ സർവീസിന് വേണ്ടി അവരെ എടുക്കുന്ന എഫേർട്ടിനുള്ള കോസ്റ്റ് ആയിരിക്കും അവരെടുക്കുന്നത്. ഇനി അടുത്ത അഡ്വർടൈസിങ് സപ്പോർട്ട് മോഡൽ. Advertising support model that charges advertisers instead of charging users. Advertising support model. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമുക്ക് വേണമെങ്കിൽ ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്യാം. എ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മേ കോംപ്രൈസ് ഡയറക്റ്റ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വേർ മാനുഫാക്ചേഴ്സ് സച്ച് ആസ് ഡെൽ ഓർ സോണി മാർക്കറ്റ് ഡയറക്ട്ലി ഫ്രം കമ്പനി സൈറ്റ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടായിരിക്കും പ്രൊഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യുന്നത്. ഡെൽ, സോണി പോലെയുള്ള കമ്പനീസിന് സ്വന്തമായിട്ട് സൈറ്റുണ്ട്, അവരുടെ തന്നെ സൈറ്റുണ്ട്. ആ സൈറ്റ് വഴി അവർ സെല്ലിങ് നടത്താറുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ കൂടിയും ഉണ്ട്. എന്നാലും അവർക്ക് സ്വന്തമായിട്ട് ഇതുപോലെയുള്ള ഈ മാർക്കറ്റ് ഉണ്ട്. അവരുടെ പ്രൊഡക്ട്സിനെ സെല്ല് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഈ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ അവരുടെ സൈറ്റുകളിൽ വേറെ പ്രൊഡക്ട്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല, അവരുടെ പ്രൊഡക്ട്സ് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇനി അടുത്താണ് പ്യുവർ പ്ലേ ഇ ടെയിലേഴ്സ്. പ്യുവർ പ്ലേ ഇ ടെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഹാവ് നോ ഫിസിക്കൽ സ്റ്റോർസ്, ഓൺലി ആൻ ഓൺലൈൻ സെയിൽസ് പ്രസൻസ്. ആമസോൺ പോലെയുള്ള ഇ കൊമേഴ്സുകൾക്ക് ഒരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ടായിരിക്കുകയില്ല, ഓൺലി ആൻ ഓൺലൈൻ സെയിൽസ് പ്രസൻസ്. അവർക്കൊരു ഓൺലൈൻ സ്റ്റോർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അവർക്കൊരു സ്റ്റോർ ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അവർക്ക് വെയർ ഹൗസുകളോ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോർസോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അതാണ് പ്യുവർ പ്ലേ ഇ ടെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇനി ക്ലിക്ക് ആൻഡ് മോർട്ടർ റീറ്റെയിലേഴ്സ് ഫോർ ട്രഡീഷണൽ റീറ്റെയിലേഴ്സ് വിത്ത് എ സപ്ലിമെൻ്ററി വെബ്സൈറ്റ്. ക്ലിക്ക് ആൻഡ് മോർട്ടർ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇ കൊമേഴ്സ് സൈറ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഫിസിക്കൽ സ്റ്റോറും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ വാൾമാർട്ടാണ്, അവർക്ക് ഒരുപാട് ഫിസിക്കൽ സ്റ്റോറുമുണ്ട്, അതുപോലെ തന്നെ ഇ കൊമേഴ്സും ഉണ്ട്. ഒരു ബിസിനസ് മോഡൽസിനെ നമുക്ക് ഏത് രീതിയിൽ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ആൻ ആർക്കിടെക്ചർ ഓഫ് പ്രോഡക്റ്റ്, സർവീസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ ഇൻക്ലൂഡിംഗ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിസിനസ് പ്ലേയേഴ്സ് and their roles and revenue sources. Most popular revenue generating models adopted by companies are
പല ടൈപ്പ് മോഡൽസ് ഉണ്ട്. ചാർജ് ഫീ ഫോർ അഡ്വർടൈസിങ്ങിന് വേണ്ടി ഒരു ഫീ ചാർജ് ചെയ്യുന്നു. ഇനി സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൊഡക്റ്റിനെയും സർവീസിനെയും സെല്ല് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കാം. ഇനി സെയിൽസ് ഓഫ് ഡിജിറ്റൽ കണ്ടൻസ് സെല് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കാം. ഡിജിറ്റൽ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാഗസീൻസ് ആയിരിക്കാം, ഡിജിറ്റൽ സോഫ്റ്റ്വെയർസ് ആയിരിക്കാം, ഡിജിറ്റൽ ഓൺലൈൻ സർവീസുകളായിരിക്കാം, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കാം. ഇനി ചാർജ് ഫോർ പ്രോസസ്സിംഗ് ദ ട്രാൻസാക്ഷൻ ദാറ്റ് ഒക്കർ ബിറ്റ്വീൻ ടു പാർട്ടീസ് ഓൺ ദ വെബ്. അപ്പോൾ രണ്ട് പേര് തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പം അതിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസും ആയിരിക്കാം. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ OLX പോലെയുള്ള സൈറ്റിൽ ഡിഫറെൻറ്റ് പാർട്ടീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചസ് നടത്തുന്നുണ്ട്. അതിൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും ചാർജ് ചെയ്യാം. ചിലപ്പോൾ അവർ പ്ലേസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റിനോ അല്ലെങ്കിൽ അവർ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിനോ ഒക്കെ ആയിരിക്കാം അവർ ചാർജ് ചെയ്യുന്നത്. E-commerce model can be perceived in the form of relationship between two entities such as direct marketing versus indirect marketing, fully cyber marketing versus partial cyber marketing, electronic distributor versus electronic broker, electronic store versus shopping mall, generalized e-malls versus specialized e-malls, proactive versus strategic cyber marketing, global versus regional marketing, sales versus customer services. ഇനി ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ടു പേഴ്സൺ ഇൻവോൾവ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആകാം, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഫോൺ കോൺടാക്റ്റ് ആകാം. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയുള്ള മാർക്കറ്റിങ്ങിനാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് തേർഡ് പാർട്ടീസ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് വഴിയോ വേറെ ഏതെങ്കിലും വേസിലൂടെ നമ്മളിലേക്ക് മാർക്കറ്റിംഗ് എത്തുന്നതിനെയാണ് ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് പഠിക്കാനുണ്ട്. ഇനി ഫുള്ളി സൈബർ മാർക്കറ്റിംഗ് വേഴ്സസ് പാർഷ്യൽ സൈബർ മാർക്കറ്റിംഗ്. ഫുള്ളി സൈബർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടും, അതായത് ഇനീഷ്യൽ തൊട്ട് എൻഡിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടായിരിക്കും ചെയ്യുക. ഇനി പാർഷ്യൽ സൈബർ മാർക്കറ്റിംഗ് ചില കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ ഓഫ്ലൈനായിട്ടായിരിക്കും ചെയ്യുക. ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈനായിട്ടായിരിക്കാം, പക്ഷേ ഡെലിവറി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതും അല്ലെങ്കിൽ പേയ്മെൻ്റ് ഒക്കെ നടക്കുന്നതും ചിലപ്പോൾ ഓഫ്ലൈനായിട്ടായിരിക്കാം. അതിൻ്റെ മാർക്കറ്റിംഗ് നടക്കുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടും ചില കാര്യങ്ങൾ ഓഫ്ലൈനായിട്ടായിരിക്കും. ഇനി ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂട്ടർ വേഴ്സസ് ഇലക്ട്രോണിക് ബ്രോക്കർ. ഇനി ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇലക്ട്രോണിക് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീനുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ആയിരിക്കാം. ഇനി ഇലക്ട്രോണിക് സ്റ്റോർ വേഴ്സസ് ഷോപ്പിംഗ് മാൾ. ഇലക്ട്രോണിക് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഫിസിക്കൽ സ്റ്റോർ വേണമെന്നില്ല, അവർക്കൊരു ഇലക്ട്രോണിക് സ്റ്റോർ ഫ്രണ്ട് ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട് ഉണ്ടായിരിക്കും. ഇനി ജനറലൈസ്ഡ് ഇ-മാൾസ് വേഴ്സസ് സ്പെഷ്യലൈസ്ഡ് ഇ-മാൾസ്. ജനറലൈസ്ഡ് ഇ-മാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജനറലൈസ്ഡ് ഇ-മാൾസിൽ കാണും, അതായത് ഒരുപാട് കാറ്റഗറീസിലുള്ള ഐറ്റംസ് കാണും. പക്ഷേ സ്പെഷ്യലൈസ്ഡ് ഇ-മാൾസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ക്ലോത്തിങ് ആണെങ്കിൽ ക്ലോത്തിങ് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ കാണത്തുള്ളൂ. അതാണ് സ്പെഷ്യലൈസ്ഡും ജനറലൈസ്ഡും. ഇനി പ്രൊയാക്റ്റീവ് വേഴ്സസ് സ്ട്രാറ്റജിക് സൈബർ മാർക്കറ്റിംഗ്. അവിടെ എന്ന് പറയുന്നത് പ്രൊയാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ട് എപ്പോഴും ഒരു റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ട് എപ്പോഴും മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കും. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയുടെ ബേസിൽ, ചിലപ്പോൾ ഏരിയ ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ടൈമിൻ്റെ ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പിൻ്റെ ബേസിലായിരിക്കാം. അങ്ങനെ ചെയ്യുന്ന മാർക്കറ്റിംഗാണ് സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ വേഴ്സസ് റീജിയണൽ മാർക്കറ്റിംഗ്. ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ടാർഗറ്റുകളായിരിക്കും അവർ അച്ചീവ് ചെയ്യുന്നത്. റീജിയണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആയിരിക്കും നടക്കുക. ഇനി സെയിൽസ് വേഴ്സസ് കസ്റ്റമർ സർവീസസ്. അവരുടെ സെയിൽസ്, അതായത് ആ ടു എൻറ്റിറ്റീസ് തമ്മിലുള്ള സെയിൽസ് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു ബയറും സെല്ലറും തമ്മിലായിരിക്കും. അതിൻ്റെ ആഫ്റ്റർ സർവീസുകളും കസ്റ്റമർ സർവീസുകളും പ്രൊവൈഡ്. E-business model based on relationship of transaction parties. B2C market differs from B2B market. In B2C market, the electronic infrastructure not only helps to match customers and sellers, but also act as distribution channel delivering product to customers. The infrastructure such as servers and network supports the delivery of large file streaming media and other types of digital goods in an efficient way. So B2C can be viewed as an open system where the number of participants is അൺനോൺ. അപ്പോൾ B2C എന്ന് പറയുന്നത് വലിയൊരു ഓപ്പൺ സിസ്റ്റമാണ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ
അവരുടെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് അൺനോൺ ആണ്. അവർക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സെർവേഴ്സ്, നെറ്റ്വർക്ക്സ്, അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് ലാർജ് ഫയൽസിനെയും സ്ട്രീമിംഗ് മീഡിയാസിനെയും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഡിജിറ്റൽ ഗുഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ. In B2B market, the products traded have high degree of specificity. B2B മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൈ ഡിഗ്രി ഓഫ് സ്പെസിഫിസിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കാം. കാരണം B2Bയിൽ ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ തമ്മിലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും ആ കമ്പനികളെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലോങ് ടേം റിലേഷൻസ് ആയിരിക്കും ആ കമ്പനിയുമായിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഒരു B2Cയിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഒരു B2Bയിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. ദ ഇൻഫ്രാസ്ട്രക്ചർ യൂസ്ഡ് ഫോർ ദ B2B മാർക്കറ്റിംഗ് ഈസ് EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. EDI involves the exchange of standardized structured information between organizations, permitting direct communication between ദ കമ്പ്യൂട്ടർ സിസ്റ്റംസ്. അതായത് ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആ കമ്പനികൾ തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ വഴി പോസിബിൾ ആക്കുന്നതാണ് EDI ചെയ്യുന്നത്. B2B ഈസ് എ ക്ലോസ്ഡ് മാർക്കറ്റ് ബിക്കോസ് ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻവോൾവ് ഇൻ ട്രേഡിംഗ് ഈസ് ലിമിറ്റഡ് ആൻഡ് നോൺ. B2Bയിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് വളരെ കുറച്ച് കമ്പനീസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് ആ റബ്ബർ സെല്ല് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുണ്ടായിരിക്കാം, ആ ബിസിനസ്സുമായിട്ടുണ്ടായിരിക്കാം, പിന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് സെല്ല് ചെയ്യുന്ന വേറെ ബിസിനസ്സുകളുമായിട്ടും ഉണ്ടായിരിക്കാം. B2B covers business transaction along the various transactions existing in the value chain from producers of raw materials to retailers and customers including manufacturers and distributors. B2C reflects only the interaction between a customer and a retailer. അപ്പോൾ B2Bയും B2Cയും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഈ ഫിഗർ നോക്കുക. ഇവിടെ B2B എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ പ്രൊഡ്യൂസറും മാനുഫാക്ചറും ഡിസ്ട്രിബ്യൂട്ടറും റീറ്റെയിലറും ഒക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് B2B എന്ന് പറയുന്നത്. അതൊക്കെ ഡിഫറെൻറ്റ് ബിസിനസ്സുകളാണ്. എന്നാൽ B2C എന്ന് പറയുന്നത് റീറ്റെയിലറും കൺസ്യൂമറും തമ്മിലുള്ള ഒരു റിലേഷൻ മാത്രമാണ് അവിടെയുള്ളത്. അതായത് റീറ്റെയിലറും കൺസ്യൂമറും മാത്രമാണ് B2Cയിൽ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടീസ്. പക്ഷേ B2Bയിൽ ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ ഇൻവോൾവ് ചെയ്യാം. അത് ചിലപ്പോൾ റോ മെറ്റീരിയൽ പ്രൊഡ്യൂസർ ആയിരിക്കാം, മാനുഫാക്ചറർ ആയിരിക്കാം, ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, റീറ്റെയിലർ ആയിരിക്കാം. B2C transactions include account acquisition, product discovery through search and browse, price negotiation, payment, product delivery. In some cases, dispute resolution and customer service may exist. E-commerce can be classified according to transaction partners as B2C, B2B, B2G, C2C and C2B. B2G എന്ന് പറയുന്നത് ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. Within these categories, there are number of variations in the way the models are implemented. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഈ ബിസിനസ് ട്രാൻസാക്ഷൻ മോഡലിനെയാണ്. അവിടെ ഡിഫറെൻറ്റ് ബിസിനസ്സുകളും ഉണ്ട്, കൺസ്യൂമേഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. B2C, ബിസിനസ് ടു കസ്റ്റമർ. ഓൺലൈൻ ബിസിനസ് സെല്ലിംഗ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. B2C എന്ന് പറയുന്നത് ബിസിനസ് സെല്ലിംഗ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സാണ്. സിംപ്ലസ്റ്റ് ആൻഡ് റെക്കഗ്നൈസബിൾ ആണ്. നമുക്ക് ഈസിലി റെക്കഗ്നൈസബിൾ ആണ്. നമ്മൾ ഈ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, eBay പോലെയുള്ള സൈറ്റുകൾ എന്ന് പറയുന്നത് B2Cക്ക് എക്സാമ്പിളാണ്. ഡിഫറെൻറ്റ് മോഡൽസ്: പോർട്ടൽസ്, ഓൺലൈൻ റീറ്റെയിലേഴ്സ്, കണ്ടൻറ് പ്രൊവൈഡേഴ്സ്, ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്, കമ്മ്യൂണിറ്റി പ്രൊവൈഡേഴ്സ്. ഇപ്പം ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. B2Cക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ഈ മോഡൽസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഒരു കസ്റ്റമർ ഓൺലൈൻ സ്റ്റോറിൽ വിസിറ്റ് ചെയ്യുന്നു. ഓൺലൈൻ സ്റ്റോറിൽ വിസിറ്റ് ചെയ്ത് പ്രൊഡക്റ്റിനെയും ഓഫേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് പേയ്മെൻറ്റ് നടത്തുന്നു, എക്സ്പെഡിഷൻ നടത്തുന്നു. അതിനുശേഷം പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഡെലിവറി ചെയ്യുന്നു. ഇനി ഈ ഫിഗറിൽ നോക്കുക. B2C ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. ഇവിടെ കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ഷോപ്പിംഗ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു. അതിനുശേഷം ആ ഫേം കൺസ്യൂമറിന് വേണ്ടുന്ന പ്രൊഡക്റ്റിനെ ഏത് മാനുഫാക്ചറാണോ മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂട്ടറാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അയാളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അയാളുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തിയതിന് ശേഷം വെയർ ഹൗസിലേക്ക് സെൻഡ് ചെയ്യുന്നു. ആ വെയർ ഹൗസിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മുടെ അടുത്തേക്ക് ഷിപ്പ് ചെയ്യുന്നു. The reasons why one should opt
ഫോർ B2C ആർ B2Cയുടെ കുറേ ചൂസ് ചെയ്യാനായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇൻഎക്സ്പെൻസീവ് കോസ്റ്റ്, ബിഗ് ഓപ്പർച്യൂണിറ്റീസ്. കമ്പനി ക്യാൻ മാർക്കറ്റ് ദെയർ പ്രോഡക്റ്റ് ടു ദ ഹോൾ വേൾഡ് വിത്തൗട്ട് മച്ച് അഡീഷണൽ കോസ്റ്റ്. ഒരുപാട് കോസ്റ്റ് ഇല്ലാതെ ഓരോ പുതിയ പുതിയ പ്രൊഡക്റ്റുകളെ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്കൊരു ഓൺലൈൻ സ്റ്റോറിലായതുകൊണ്ട് അവിടെ ഒരു ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട് ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോർ ചെയ്യുന്ന കോസ്റ്റും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബിഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് റീച്ച് വളരെ കൂടുതലാണ്. വളരെ വലിയൊരു റീച്ച് നമ്മുടെ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനും ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഗ്ലോബലൈസേഷൻ. ഇൻ്റർനെറ്റ് ഈസ് ആക്സസ്ഡ് ബൈ മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് പ്രൊഡ്യൂസേഴ്സ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അതായത് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെയും സർവീസുകളെയും എത്തിക്കാനായിട്ട് ഗ്ലോബലൈസേഷൻ കൊണ്ട് പറ്റും. ഇനി റിഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ്. കട്ടിംഗ് ഡൗൺ ഓൺ പേപ്പർ കോസ്റ്റ്, കസ്റ്റമർ സപ്പോർട്ട് കോസ്റ്റ്, അഡ്വർടൈസിങ് കോസ്റ്റ് ആൻഡ് ദ പ്രോസസ്സിംഗ് കോസ്റ്റ്. അപ്പോൾ ഒരുപാട് കോസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. അവിടെ മാൻ പവർ ഒരുപാട് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമർ സപ്പോർട്ട് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം അവരുടെ ഒരു ഓൺലൈൻ മീഡിയം മാത്രം മതി. ഓരോ കസ്റ്റമേഴ്സിനെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് വേണമെന്നില്ല. കസ്റ്റമർ കൺവീനിയൻസ്, സെർച്ചബിൾ കണ്ടൻറ്, ഷോപ്പിംഗ് കാർട്സ്, പ്രൊമോഷൻസ്, ഇൻട്രാക്റ്റീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ്. അതായത് നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റിനെ കാണാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാനും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ക്യാൻ ഓൾസോ സീ ഓർഡർ സ്റ്റാറ്റസ്, ഡെലിവറി സ്റ്റാറ്റസ് ആൻഡ് ഗെറ്റ് ദെയർ റെസിപ്റ്റ്സ്. നമുക്ക് ഓർഡർ സ്റ്റാറ്റസും ഡെലിവറി സ്റ്റാറ്റസും റെസിപ്റ്റ്സും ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. നോളജ് മാനേജ്മെൻറ്റ്. ത്രൂ ഡേറ്റാബേസ് സിസ്റ്റംസ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൂ വിസിറ്റഡ് ദ സൈറ്റ്. അപ്പോൾ നമുക്കൊരു സൈറ്റ് സംബന്ധിച്ച ഇൻഫർമേഷൻസും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച ഇൻഫർമേഷനും ഒക്കെ പറ്റും. ഹൗ ഡസ് B2C വർക്ക്സ്? First point, visiting the virtual mall. Customers browse the online catalog, organized manner of displaying products and the related information such as price, description and availability. They include advanced search engine, product rating system, content management, customer support system, bulletin boards, newsletter and other components which makes shopping second point, customer registers. Customer has to register to avail shops complete services. They become a part of company's database. Customer buys the product through shopping cart system. Order details, shipping charges, taxes, additional charges are represented in an organized manner. Fourth point, merchant processes the order. Merchant processes the order that is received from previous stage and fills up the necessary forms. Next point, credit card is processed. Credit card or any payment method of the customer is authenticated through payment gateway or bank. Other payment methods are used such as a debit cards, prepaid cards, bank to bank transfer. Sixth point, operations management. When the order is passed, business operations are performed. Inventory management, total quality management, warehousing, optimization and project management is incorporated. Last point, shipment and delivery. Product is shipped to a customer can track the order or delivery. Next point, customer receives the product is received by the customer and is verified. The system tells the firm that the order has been fulfilled. After sale services. After the sale has been made, firm maintains a good relationship with customer. This is done through CRM, customer relationship management. Major B2C business models. നേരത്തെ നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം കണ്ടായിരുന്നു. കുറേ ബിസിനസ് മോഡൽസ് ഉണ്ട്. ആ ബിസിനസ് മോഡൽസ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പോർട്ടൽസ്. പോർട്ടൽസ് ഓഫേഴ്സ് യൂസേഴ്സ് പവർഫുൾ വെബ് സെർച്ച് ടൂൾസ് ആസ് വെൽ ആസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് പാക്കേജ് ഓഫ് കണ്ടൻറ് ആൻഡ് സർവീസസ് ഓൾ ഇൻ വൺ പ്ലേസ്. എക്സാമ്പിൾസ് ഓഫ് പോർട്ടൽസ് ആർ ഗൂഗിൾ, യാഹു, MSN. അപ്പോൾ ഇതുപോലെയുള്ള സെർച്ച് എൻജിൻസും അതുപോലെ ടൂൾസും ഒക്കെ നമ്മളെ പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും കമ്പയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. സർവീസസ്, ന്യൂസ്, ഇമെയിൽസ്, ഷോപ്പിംഗ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, മ്യൂസിക് ഡൗൺലോഡ്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസുകൾ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വ്യൂ ആസ് ഗേറ്റ് വേ ഓഫ് ഇൻ്റർനെറ്റ്. പോർട്ടൽസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഗേറ്റ് വേ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പോർട്ടൽസ് ആയിരിക്കും. ഇൻ്റർനെറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പോർട്ടൽസ് ആയിരിക്കും. പോർട്ടൽസ് ജനറേറ്റ് റവന്യൂ ബൈ ചാർജിങ് അഡ്വർടൈസേഴ്സ് ഫോർ ആഡ് പ്ലേസ്മെൻറ്റ്, കളക്ടിങ് റെഫറൽ ഫീ.
Fees charged by one agent or broker to another for a client referred. Top 5 portals are Google, Yahoo, MSN, AOL, Ask.com, etc. There are different portal variations: horizontal or general, vertical or specialized, search, virtual merchant, bricks and clicks, catalog merchant, manufacturer direct. First one, horizontal or general. Description: offer users powerful web search tools as well as an integrated package of content and services all in one place. Example: Google, Yahoo, MSN, email, shopping, instant messaging, etc. Because they define their marketplace to include all users to the internet. Revenue model: advertising, subscription fees, transaction fees. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെർട്ടിക്കൽ ഓർ സ്പെഷ്യലൈസ്ഡ് പോർട്ടൽ, or we can call it as portal. Attempt to provide similar services as horizontal portal but focused around a particular subject matter or market segment. SailNet, specialized in SailNet, SailBot, market. അപ്പോൾ വെർട്ടിക്കൽ ഓർ സ്പെഷ്യലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിൽ മാത്രമായിരിക്കും സെല്ലിങ് നടക്കുക. നെക്സ്റ്റ് വൺ ഈസ് സെർച്ച്. ഫോക്കസ് ഓൺ ഓഫറിംഗ് സെർച്ച് സർവീസസ്. റവന്യൂ മോഡൽ ഈസ് അഡ്വർടൈസിങ്, റെഫറൽ ഫീ, എക്സെട്ര. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിനെയും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെല്ലേഴ്സിനെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സിനെ നമ്മൾ സെർച്ചിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. വിർച്വൽ മർച്ചൻറ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ആമസോൺ ആണ്. ഓൺലൈൻ വേർഷൻ ഓഫ് റീറ്റെയിൽ സ്റ്റോർ വെയർ കസ്റ്റമേഴ്സ് ക്യാൻ ഷോപ്പ് അറ്റ് എനി അവർ വിത്തൗട്ട് ലീവിങ് ദെയർ ഹോം ഓഫീസ്. റവന്യൂ മോഡൽ ഈസ് സെയിൽസ് ഓഫ് ഗുഡ്സ്. അപ്പം ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ഗുഡ്സ് സെല്ല് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവർക്ക് റവന്യൂ കിട്ടുന്നത്. ബ്രിക്സ് ആൻഡ് ക്ലിക്സ്. ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഫോർ എ കമ്പനി ദാറ്റ് ഓൾസോ ഹാസ് ഫിസിക്കൽ സ്റ്റോർസ്. റവന്യൂ മോഡൽ സെയിൽസ് ഓഫ് ഗുഡ്സ്. അവർക്കും സെയിൽസ് ഓഫ് ഗുഡ്സ് വഴിയായിരിക്കും റവന്യൂ കിട്ടുക. അവർക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ ഫ്രണ്ടും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോർസും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് കാറ്റലോഗ് മർച്ചൻറ്റ്. ഇറ്റ് ഈസ് എ ഓൺലൈൻ വേർഷൻ ഓഫ് ഡയറക്റ്റ് മെയിൽ കാറ്റലോഗ്, a marketing effort that uses a mail service to deliver a promotional printed piece to your target audience. Revenue model sales of goods. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി ഒരു കുറേ നോട്ടീസ് അടിച്ചിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീനെ ഏൽപ്പിക്കാം. അതിനെയാണ് കാറ്റലോഗ് മർച്ചൻ്റ് എന്ന് പറയുന്നത്. ഇനി മാനുഫാക്ചർ ഡയറക്റ്റ്. സോണി, ഡെല്ല് പോലുള്ള കമ്പനികൾ ഡയറക്റ്റായിട്ട് അവരുടെ ഓൺലൈൻ ചാനൽ യൂസ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഡക്ട്സിനെ സെല്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ചാനൽസിൽ അവരുടെ പ്രോഡക്ട്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, വേറെ പ്രോഡക്ട്സ് ഒന്നും കാണില്ല. അവരുടെ റവന്യൂ എന്ന് പറയുന്നതും സെയിൽസ് ഓഫ് ഗുഡ്സ് വഴിയാണ്. സെക്കൻഡ് വൺ ഈസ് കണ്ടൻറ് പ്രൊവൈഡേഴ്സ്. നമ്മൾ പോർട്ടൽ നോക്കി. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ആണ്. കണ്ടൻറ് പ്രൊവൈഡർ ഡിസ്ട്രിബ്യൂട്ട് ഇൻഫർമേഷൻ കണ്ടൻറ് സച്ച് ആസ് ഡിജിറ്റൽ, വീഡിയോ, മ്യൂസിക്, ഫോട്ടോ, ടെക്സ്റ്റ് ഓവർ ദ വെബ്. അവരുടെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഫീ തന്നെയാണ്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒരു ഓൺലൈൻ ന്യൂസ് പേപ്പറാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഓൾ ഓൺലൈൻ കണ്ടൻറ് പ്രൊവൈഡർ ചാർജ് ഫോർ ദെയർ ഇൻഫർമേഷൻ. അപ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ ചാർജ് ചെയ്യണമെന്നില്ല. CBS Sports.com, CNN.com ആൻഡ് ഓൺലൈൻ വെർഷൻസ് ഓഫ് മെനി ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് എക്സാമ്പിൾസ് ആണ് അതിന്. ഇനി ദി സൈറ്റ്സ് മേക്ക് മണി ത്രൂ അഡ്വർടൈസിങ് ആൻഡ് പാർട്ണർ പ്രൊമോഷൻസ്. അവരുടെ അഡ്വർടൈസിങ് വഴിയാണ് അവർ റവന്യൂ. The key to becoming a successful content provider is owning the content but others don't. അപ്പോൾ സ്വന്തമായിട്ട് കണ്ടൻറ് ഉള്ളവരായിരിക്കും ഒരു സക്സസ്ഫുൾ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. They syndicate or aggregate and then distribute content produced by others. ഇനി ചിലരുണ്ടായിരിക്കാം സ്വന്തമായിട്ട് കണ്ടൻറ് ഇല്ലാത്തവർ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കണ്ടൻസിനെ അഗ്രിഗേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി സിൻഡിക്കേഷൻ, മേജർ വേരിയേഷൻ ഇൻ ദ സ്റ്റാൻഡേർഡ് കണ്ടൻറ് പ്രൊവൈഡർ മോഡൽ. സിൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വേരിയേഷനാണ്, കണ്ടൻറ് പ്രൊവൈഡറിലെ ഒരു വേരിയേഷനാണ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അനദർ വേരിയേഷൻ ഈസ് വെബ് അഗ്രിഗേറ്റേഴ്സ്. വെബ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷനെ കളക്ട് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് വെബ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് Shopping.com ആണ്. Shopping.comൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിനെയും ഗുഡ്സിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡിഫറെൻറ്റ് സൈറ്റുകളിൽ നിന്നും കളക്ട് ചെയ്ത് അതിനെ കമ്പയർ ചെയ്ത് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇ-ടെയിലേഴ്സ്. ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോർ often called e-tailers come in all sizes from giant Amazon to tiny
ലോക്കൽ സ്റ്റോർസ് ദാറ്റ് ഹാവ് വെബ്സൈറ്റ്സ്. ഇനി ഈ ടീലേഴ്സ് എന്താണെന്ന് നോക്കാം. സിമിലർ ടു ദ ടിപ്പിക്കൽ ബ്രിക്സ് ആൻഡ് മോട്ടോർ സ്റ്റോർ ഫ്രണ്ട് എക്സെപ്റ്റ് ദ കസ്റ്റമേഴ്സ് ഓൺലി ഹാവ് ടു കണക്ട് ടു ദ ഇൻ്റർനെറ്റ് ടു യൂസ് ദെയർ സ്മാർട്ട് ഫോൺ ടു പ്ലേസ് ആൻ ഓർഡർ. അപ്പോൾ അതൊരു ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോറാണ്. അപ്പം പല രീതിയിലുണ്ടായിരിക്കാം. വലിയ ഓൺലൈൻ സ്റ്റോറുകൾ കാണും, ചെറിയ ഓൺലൈൻ സ്റ്റോറുകൾ കാണും. അപ്പം അങ്ങനെയുള്ള ഓൺലൈൻ സ്റ്റോറുകളാണ് അത് നമ്മുടെ ടിപ്പിക്കൽ ബ്രിക്സ് ആൻഡ് മോട്ടർ. അതായത് അവർക്കൊരു ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ടും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോർ ഫ്രണ്ടും ഉണ്ടായിരിക്കും. അതുവഴിയായിരിക്കും അവർ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുക. നെക്സ്റ്റ് ആണ് ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ്. സൈറ്റ്സ് ആർ പ്രോസസ്സസ് ട്രാൻസാക്ഷൻ ഫോർ കൺസ്യൂമേഴ്സ് നോർമലി ഹാൻഡിൽഡ് ഇൻ പേഴ്സൺ, ബൈ ഫോൺ, ബൈ മെയിൽ ഓർ ആർ ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ്. അപ്പം ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ബിസിനസ്സുകളായിരിക്കാം, ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. ദിസ് മോഡൽസ് ആർ യൂസ്ഡ് ബൈ ഫിനാൻഷ്യൽ സർവീസസ്, ട്രാവൽ സർവീസസ് ആൻഡ് ജോബ് പ്ലേസ്മെൻറ്റ് സർവീസസ് എക്സെട്ര. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസുകളിലും ട്രാവൽ സർവീസുകളിലും ജോബ് പ്ലേസ്മെൻറ്റ് സർവീസുകളിലും ഇൻ്റർമീഡിയറി ആയിട്ട് ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് കാണും. അപ്പോൾ സൈറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല, ഈ ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് വഴിയായിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നടക്കുക. The online transaction brokers' primary value propositions are savings of money and time. അപ്പോൾ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മണിയും ടൈമും സേവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. monster.com എന്ന് പറയുന്നത് ഒരു ജോബ് സൈറ്റാണ്. അവരും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് വഴിയാണ്. അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. നമുക്ക് ആ ഇൻ്റർമീഡിയറി ആയിട്ട് അവരോട് സംസാരിക്കാനായിട്ടും പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ചാർജ് കമ്മീഷൻസ് that are considerably less than traditional brokers. അപ്പോൾ ഈ monster.com ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിഫറെൻറ്റ് കമ്പനീസുമായിട്ട് അലയൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസുമായിട്ട് അലയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മാച്ചായിട്ടുള്ള കമ്പനീസ് വന്നു കഴിയുമ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനൊരു ചാർജ് ആ monster.com ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷൻ ബ്രോക്കർ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ കമ്പനീസും ഇൻഡിവിജ്വൽസും തമ്മിലാണ്, പക്ഷേ അവിടെ ബ്രോക്കറായിട്ട് നിൽക്കുന്നത് monster.com ആണ്. Rising consumer interest in financial planning and the stock market, the market opportunity for online transaction brokers appears to be large. അപ്പോൾ നമുക്ക് മാർക്കറ്റ് റിസ്ക് ഒക്കെ മനസ്സിലാക്കി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഒരുപാട് ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് ഉണ്ട്, ഒരുപാട് സൈറ്റുകളൊക്കെ ഉണ്ട്. ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആർ ഷിഫ്റ്റഡ് ടു ഓൺലൈൻ ബ്രോക്കർ. ട്രഡീഷണൽ ബ്രോക്കേഴ്സ് കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് മാത്രം. ദ ചാലഞ്ചസ് ഫോർ ഓൺലൈൻ ബ്രോക്കേഴ്സ് ഈസ് ടു ഓവർകം കൺസ്യൂമേഴ്സ് ഫിയർ ബൈ എംഫസൈസിങ് ദ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി മെഷേഴ്സ് പ്ലേസസ് ലൈക്ക് ഫിസിക്കൽ ബാങ്ക്സ്, ബ്രോക്കറേജ് ഫേംസ് എക്സെട്ര. ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് മേക്ക് മണി ഈച്ച് ടൈം എ ട്രാൻസാക്ഷൻ ഒക്കേഴ്സ്. ഓരോ പ്രാവശ്യം ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും ട്രാൻസാക്ഷൻ ബ്രോക്കേഴ്സ് മണി ഏൺ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് മാർക്കറ്റ് ക്രിയേറ്റർ. ഇറ്റ് ഈസ് എ വെബ് ബേസ്ഡ് ബിസിനസ് that use internet technology to create market that bring buyers and sellers together. അപ്പോൾ മാർക്കറ്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഒരുമിച്ച് കൂട്ടി അവിടെ ഒരു ബൈയിങ് ഓർ സെല്ലിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ് മാർക്കറ്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. പ്രയർ ടു ഇൻ്റർനെറ്റ് ആൻഡ് വെബ്, മാർക്കറ്റ് ക്രിയേറ്റേഴ്സ് റിലൈഡ് ഇൻ ഫിസിക്കൽ പ്ലേസസ് to establish a market. Market creators make money by either charging a percentage of every transaction made or charging merchants for accessing to the market. അപ്പോൾ അവരൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെല്ലേഴ്സിനും ബയേഴ്സിനും ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് മാർക്കറ്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത്. Buyers and sellers can meet, display products, search for products and establish prices. Creates a digital electronic environment for buyers and sellers. eBay's auction business model is to create a digital electronic environment for buyers and sellers to meet, agree on a price and transact. The market opportunity for market creators is potentially vast, but only if the firm has the financial resources and marketing plan to attract sufficient sellers and buyers to marketplace. ഇപ്പോൾ eBay പോലെയുള്ള കമ്പനികൾ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സെല്ലേഴ്സിനെയും ഒരുപാട് ബയേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്ലാറ്റ്ഫോം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സർവീസ് പ്രൊവൈഡർ. വൈൽ ഇ-ടെയിലേഴ്സ് സെൽ പ്രൊഡക്റ്റ് ഓൺലൈൻ, സർവീസ് പ്രൊവൈഡേഴ്സ് ഓഫർ സർവീസസ് ഓൺലൈൻ. ഇ-ടെയിലേഴ്സ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്,
പക്ഷേ സർവീസ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സർവീസുകളെ അവർ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്സും ഗൂഗിൾ ഡോക്സ്, ജിമെയിൽ ഒക്കെ സർവീസിന് എക്സാമ്പിളാണ്. ജിമെയിൽ എന്ന് പറഞ്ഞൊരു സർവീസാണ്, അവരുടെ പ്രൊഡക്റ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു സർവീസാണ് നമ്മൾ യൂസ് ചെയ്യുക. വെബ് 2.0 applications such as photo sharing, video sharing and user generated content are all service provided to customers. ഇതുപോലെ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളുണ്ട്, ക്ലൗഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളൊക്കെ ഉണ്ട്. അവരെയാണ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. Other personal services such as online medical bill management, financial and pension planning and travel recommendation, etc. Revenue model: charge a fee or monthly subscriptions through advertising and by collecting personal information which are useful for direct marketing. Some services are free but are not complete. അപ്പം റവന്യൂ മോഡൽ എന്ന് പറയുന്നത് അവർ ഒരു മന്ത്ലി ഫീയോ അല്ല സബ്സ്ക്രിപ്ഷൻ ഫീയോ ചാർജ് ചെയ്യും. അപ്പം അത് അവരുടെ സർവീസ് ഫ്രീ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തരണമെന്നില്ല. നിങ്ങൾ ചില സോഫ്റ്റ്വെയറുകളൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലതിന് പ്രൊവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ ചില ഓപ്ഷൻസ് എനേബിൾ ആകത്തുള്ളൂ. The basic value proposition of service providers is that they offers consumers valuable, convenient, time-saving and low-cost alternative to traditional service providers. Marketing of service providers must allay consumers' fears about hiring a vendor online, as well as build confidence and familiarity among current and potential customers. അപ്പം ഒരുപാട് റിവ്യൂസും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പുതിയ ഇതുപോലുള്ള സർവീസുകളെ ആക്സസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ നീഡ്സിനുള്ള സർവീസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ബിൽഡിംഗ് കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ഈസ് ക്രിട്ടിക്കൽ. ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള സർവീസ് ആയതുകൊണ്ട് അതിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റി പ്രൊവൈഡർ. It is a site that creates a digital online environment where people with similar interest can transact. അപ്പോൾ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് തമ്മിൽ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓൺലൈൻ എൻവയോൺമെൻ്റ് ആണ് കമ്മ്യൂണിറ്റി പ്രൊവൈഡർ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഒക്കെ എന്ന് പറയുന്നതും കമ്മ്യൂണിറ്റി തന്നെയാണ്. അവിടെ നമുക്ക് ഷെയർ ഇൻട്രസ്റ്റ്, ഫോട്ടോസ്, വീഡിയോസ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും പറ്റും. ക്യാൻ റിസീവ് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻ, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് ഷെയർ ചെയ്യാനും വ്യൂ ചെയ്യാനും പറ്റും. ക്യാൻ പ്ലേ ഫാൻറ്റസീസ് ബൈ അഡോപ്റ്റിംഗ് ഓൺലൈൻ പേഴ്സണാലിറ്റീസ് കോൾഡ് അവതാർസ്. അപ്പോൾ ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഇൻട്രസ്റ്റ് ഒക്കെയാണ് ഇതിനെ. They create a fast one-stop site where users can focus on most important concerns and interests, share experience with friends, learn about their own interest. അതിൻ്റെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഫീ ആയിരിക്കാം, സെയിൽസ് റവന്യൂ ആയിരിക്കാം, ട്രാൻസാക്ഷൻ ഫീ ആയിരിക്കാം, അഡ്വർടൈസിങ് ഫീ ആയിരിക്കാം, അല്ലെങ്കിൽ അഫിലിയേറ്റ് ഫീ ആയിരിക്കാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഫീ എന്ന് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് അവർ മന്ത്ലിയോ വീക്ക്ലിയോ ചാർജ് ചെയ്യുന്ന ഫീ ആയിരിക്കും. സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആയിരിക്കും സെയിൽസ് റവന്യൂ. ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യുന്നതിനുള്ള ഫീസ് ആയിരിക്കാം ട്രാൻസാക്ഷൻ ഫീ. അഡ്വർടൈസിംഗ് ഫീ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫീസ് ആയിരിക്കാം. അഫിലിയേറ്റ് ഫീ എന്ന് പറയുന്നത് ആ കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റിനെ, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സോ മാർക്കറ്റിങ്ങോ ഒക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഫീസ് ആയിരിക്കാം. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് DoorDash.com. Visitors can share tips and buy recommended books from Amazon, giving about.com a commission on every purchase. അപ്പം ഒരുപാട് സൈറ്റുകളിൽ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സൈറ്റുകൾ അത് സെല്ല് ചെയ്യുന്നതായിരിക്കണമെന്നില്ല. ആ സൈറ്റുകളിൽ നിന്ന് നമ്മൾ ആ മാർക്കറ്റിംഗ് സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോയാണ് വാങ്ങിക്കുക. അപ്പം അവരുടെ സൈറ്റുകളിൽ കയറിയിട്ടാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് അവരുടെ സൈറ്റിലെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ അതിനൊരു റവന്യൂ അവർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് B2B, ബിസിനസ് ടു ബിസിനസ്. നമ്മൾ ഇത്ര നേരം പഠിച്ചത് B2C ആയിരുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് B2B. ഇറ്റ് ഈസ് ഓൺലൈൻ ബിസിനസ് സെല്ലിംഗ് ടു അതർ ബിസിനസ്. ഇത് ബിസിനസ്സുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് അവിടെ നടക്കുക. കൺസ്യൂമേഴ്സ് ആർ നോട്ട് ഇൻവോൾവ്. അവിടെ കൺസ്യൂമേഴ്സ് ഇൻവോൾവ് അല്ല. പ്രൊഡ്യൂസേഴ്സ് ബൈയിങ് കമ്പോണൻസ് ഫ്രം സെല്ലേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് സെല്ലിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്.
അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ബൈയിങ് കമ്പോണൻസ് ഫ്രം സെല്ലേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് സെല്ലിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. പ്രൊഡ്യൂസേഴ്സിൽ നിന്നും മാനുഫാക്ചേഴ്സിൽ നിന്നും പ്രൊഡക്റ്റിനെ വാങ്ങിച്ച് അതിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു B2B ട്രാൻസാക്ഷനാണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ Alibaba.com എന്ന് പറയുന്നത് ഒരു ഹോൾസെയിലറാണ്. TradeIndia.com അതിനൊരു എക്സാമ്പിളാണ്. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ കമ്പനീസ് ത്രൂ ദ ഇൻ്റർനെറ്റ് ആസ് എ മീഡിയം. അത് അവിടെയും ഇൻ്റർനെറ്റ് തന്നെയാണ് മീഡിയം. മെനി B2B സൈറ്റ്സ് ആർ കമ്പനി ആൻഡ് ഇൻഡസ്ട്രി സ്പെസിഫിക്, catering to a community of users. Companies have achieved huge savings in distribution related cost due to B2B applications. Major advantage of B2B: direct interaction with the customers, focused sales promotions. What is direct interaction with the customers? The unknown or faceless customer, including other business, buying the product of a large business through distributors, channels, shops that has profile, name, face. ഇപ്പോൾ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ ഫേസ്ലെസ് ആയിട്ടുള്ള കസ്റ്റമർ അല്ലെങ്കിൽ അതർ ബിസിനസ്സുകൾ ബൈയിങ് പ്രൊഡക്ട്സ് ഓഫ് എ ലാർജ് ബിസിനസ്സുകളുടെ പ്രൊഡക്ട്സിനെ ബൈ ചെയ്യുന്നു. എങ്ങനെയാണ് ബൈ ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാകാം, ചാനൽസ് വഴിയാകാം, ഷോപ്സ് വഴിയാകാം. അവർക്കൊക്കെ ഒരു പ്രൊഫൈലും നെയിമും ഉണ്ട്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ചാനൽസിനെയും മാത്രമേ അറിയേണ്ടതുള്ളൂ. എവിടെ നിന്നാണ് ആ പ്രൊഡക്റ്റ് വരുന്നത് എന്ന് നമ്മൾ വെൽ നോൺ ആയിരിക്കില്ല. ഫോക്കസ്ഡ് സെയിൽസ് പ്രൊമോഷൻസ്. നെക്സ്റ്റ് പോയിൻ്റാണ് ഫോക്കസ്ഡ് സെയിൽസ് പ്രൊമോഷൻസ്. ഗിവ് ഒതൻറ്റിക് ഡേറ്റ അബൌട്ട് ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ക്ലയൻറ്റ്സ് ആൻഡ് ദസ് ഹെൽപ്സ് ദ കമ്പനി ബ്രിങ് ഔട്ട് ഫോക്കസ്ഡ് സെയിൽസ് പ്രൊമോഷൻസ്. Building customer loyalty. Online customers can be more loyal if they are made to feel special, respects privacy. അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമേഴ്സിനെ ഒരു സൈറ്റിൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് പ്രമോഷൻസും ഓഫേഴ്സും ഒരുപാട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു കസ്റ്റമേഴ്സിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവർക്ക് ഒരു പ്രാവശ്യം അവർക്ക് സൈറ്റിനോട് ഒരു വിശ്വാസത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ലീവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി സ്കെയിലബിലിറ്റി. വെബ് ഈസ് ഓപ്പൺ ആൻഡ് ഓഫേഴ്സ് റൗണ്ട് ദ ക്ലോക്ക് ആക്സസ്. ദിസ് ആക്സസ് ഈസ് അക്രോസ് ലൊക്കേഷൻസ് ആൻഡ് ടൈം സോൺസ്. കമ്പനി ക്യാൻ ബി ഏബിൾ ടു ഹാൻഡിൽ മോർ കസ്റ്റമേഴ്സ്. ഇപ്പോൾ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് വെബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏത് സമയത്ത് നമുക്ക് ആക്സസിബിൾ ആയതുകൊണ്ട് ഒരുപാട് കൺസ്യൂമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുമൊക്കെ കേപ്പബിളാണ്. സേവിങ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. A company can make a huge savings in distribution, logical and after-sales support cost by using e-business models. E-business models യൂസ് ചെയ്തിട്ട് ആ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് വരും. അവർക്കൊരു ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട് ഇല്ല എന്നുള്ളത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കമ്പനീസ്, ടെലികോം കമ്പനീസ് എക്സെട്ര. ടൂൾസ് ആൻഡ് ടെക്നിക്സ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് B2B എൻ്റർപ്രൈസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് B2Bയിലെ ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പറയുന്നത്. യൂസ് ഓഫ് പ്രൈസിംഗ് ആസ് എ ടൂൾ. Amazon.com made it by giving a substantial discounts. Companies have started giving things free on the internet in order to get the critical mass of subscriber. അപ്പം ആൾക്കാരെ കസ്റ്റമേഴ്സിനെ കൂടുതൽ കിട്ടാനായിട്ട് അവർ ചിലപ്പോൾ ഓഫേഴ്സ് കൊടുക്കാം, ചിലപ്പോൾ ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സ് കൊടുക്കാം. നമ്മുടെ ജിയോ എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി. അതിനുശേഷം അവർ ആ ചാർജ് കൊടുക്കാനായിട്ട് തുടങ്ങി. ആമസോൺ പോലെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സ്, പോലെയുള്ള ഇ കൊമേഴ്സുകൾ ഇതുപോലെയുള്ള ഒരുപാട് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. യൂസ് ഓഫ് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡർ മോഡൽ. An old model, software companies are offering their packages not in CDs but through the web. അപ്പം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഓൾഡ് മോഡലിൽ CD പോലെയുള്ള മീഡിയമൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു സോഫ്റ്റ്വെയർസ് പാക്കേജസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴെല്ലാം ഓൺലൈൻ മീഡിയം വഴിയാണ് സോഫ്റ്റ്വെയർ പാക്കേജസിനെ സെല്ല് ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് ക്യാൻ log in over the internet and access the software from the web server of the company. അപ്പം ആ സർവീസിന് നമുക്ക് പേ ചെയ്താൽ മതിയായിരിക്കും. നമുക്ക് അതിനെ പർച്ചേസ് ചെയ്യാനായിട്ട് ഈസിയാണ്. യൂസ് ഓഫ് ജനറിക് മോഡൽസ് which are known for efficiency as well as personalized attention to various business consumers. The web has given rise to new partnership between brick and mortar manufacturers, retailers and express delivery companies like FedEx.
These organizations take care of individual elements of customers, the order fulfillment and post-sale complaints, etc. Use of comparison shopping. New concept of price matching and comparison shopping according to some specifications by a customer. ഇപ്പോൾ കമ്പാരിസൺ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സൈറ്റുകളിലും ഡിഫറെൻറ്റ് സെല്ലേഴ്സിൻ്റെയും പ്രൊഡക്റ്റുകളെയും ഒക്കെ കമ്പയർ ചെയ്തിട്ടുള്ള ഷോപ്പിങ്ങിനെയാണ്. ബിസിനസ് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ കമ്പനീസ് ക്യാൻ ബി ട്രാൻസാക്റ്റഡ് ഓവർ ആൻ എക്സ്ട്രാനെറ്റ്. An extranet consists of two or more intranet connects via the internet where participating companies can view each other's data and complete transaction. അവിടെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം, ഇൻ്റർനെറ്റ് വഴിയുള്ള ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഡൊമൈൻ്റെ ആവശ്യമില്ല. പകരം അവരൊരു ലീസ്ഡ് കണക്ഷനായിരിക്കും. അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കണക്ഷനായിരിക്കും. ഇനി B2B മോഡൽസ് ടേക്സ് എ വെറൈറ്റി ഓഫ് ഫോംസ്. ബേസിക് B2B ഇൻ്റർനെറ്റ് സ്റ്റോർ ഫ്രണ്ട് provides business customers with purchase, order fulfillment and other value-added services. Another B2B model, business trading community, also called vertical web community, acts as central source of information for a vertical market. A vertical market is a specified industry in which similar products or services are developed and sold using similar methods. എക്സാമ്പിളായിട്ട് പറയുന്നത് ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ് ഒക്കെ വെർട്ടിക്കൽ മാർക്കറ്റിന് എക്സാമ്പിളാണ്. അവിടെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കില്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി B2B എക്സ്ചേഞ്ചസ് brings multiple buyers and sellers together in a virtual centralized marketplace. Here buyers and sellers can buy from and sell to each other at dynamic prices determined by exchange rules. B2B exchanges can be categorized as aggregators, trading hubs, post and browse markets, auction markets and fully automated exchanges, etc. അത് ചിലപ്പോൾ അഗ്രിഗേറ്റേഴ്സ് ആകാം, അതായത് ഡിഫറെൻറ്റ് കണ്ടൻസിനെയോ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിനെയോ അഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ ട്രേഡിംഗ് ഹബ്ബ് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് ബ്രൗസ് മാർക്കറ്റ് നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിൽ നിന്നും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റ് ഓപ്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. B2B aggregators provide single market space for company by providing like formatted supplier product catalog in one place. Examples: e-chemicals, it's industry chemicals, metal site, etc. These type of aggregators uses their product access product from different manufacturers and they sell it to the customers. Trading hub provide a market space for multiple vertical market. ഇതുപോലെയുള്ള ഒരുപാട് വെർട്ടിക്കൽ മാർക്കറ്റുകളിൽ നിന്നും പ്രൊഡക്റ്റിനെയും സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് ട്രേഡിംഗ് ഹബ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ട്രേഡിംഗ് ഹബ് മീൻസ് സപ്പോർട്ട് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഫ്രം മെനി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. ഹൊറിസോണ്ടൽ ട്രേഡിംഗ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി വെർട്ടിക്കൽ ട്രേഡിംഗ് ഹബ് ആണെങ്കിൽ ഒരു സിംഗിൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സെയിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തമ്മിലായിരിക്കും ട്രേഡിംഗ് നടത്തുക. ഡയഗണൽ ട്രേഡിംഗ് ഹബ് സപ്പോർട്ട് സ്പെസിഫിക് ടൈപ്സ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓർ സ്പെസിഫിക് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് അക്രോസ് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്. shoptogether.com എന്ന് പറയുന്നത് ഡയഗണൽ ട്രേഡിംഗ് ഹബിന് എക്സാമ്പിളാണ്. സപ്പോർട്ട് സ്പെസിഫിക് ടൈപ്സ് ഓഫ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ഓർ സ്പെസിഫിക് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്സ് ഓഫ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും. പോസ്റ്റ് ആൻഡ് ബ്രൗസ് മാർക്കറ്റ്സ് enables participants to post or buy or sell opportunities on an electronic bulletin boards. പോസ്റ്റ് ആൻഡ് ബ്രൗസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റിൻ ബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇലക്ട്രോണിക് ബുള്ളറ്റിൻ ബോർഡിൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സും മാർക്കറ്റിങ്സും ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റും. ഇനി ഓപ്ഷൻ മാർക്കറ്റ്സ് ഇൻക്ലൂഡ്സ് റിവേഴ്സ് ഓപ്ഷൻസ് ഓർ നെയിം യുവർ പ്രൈസ് ഓപ്ഷൻസ്. റിവേഴ്സ് ഓപ്ഷൻ മീൻസ് എ പ്രൊഡക്റ്റ് സെല്ലിംഗ് പ്രൈസ് കണ്ടിന്യൂസ് ടു ഡിക്ലൈൻ ആൻഡിൽ ദ പ്രൊഡക്റ്റ് ഈസ് പർച്ചേസ്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർ അതിൻ്റെ പ്രൈസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ വരാൻ താമസിക്കുന്നതിനനുസരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില പ്രൊഡക്റ്റൊക്കെ ഈ പച്ചക്കറി പോലെയുള്ള പ്രൊഡക്ട്സൊക്കെ നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഭയങ്കര വിലയായിരിക്കും. പക്ഷേ അത് ടൈം കൂടുന്തോറും അത് കേടായി പോകാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് വില കുറച്ച് കൊണ്ടുവരും. എത്രയും പെട്ടെന്ന് അത് വിറ്റ് തീർക്കാനായിരിക്കും നോക്കുക. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓപ്ഷനാണ് റിവേഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെയിം യുവർ പ്രൈസ് ഓപ്ഷൻ അല്ലോ ബയേഴ്സ് ടു എൻ്റർ എ ബിഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസസ്
that a seller can then provide at the bid price, also called reverse auction. നമുക്ക് ഒരു ബയേഴ്സിന് ഒരു ബിഡ് എമൗണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ബിഡ് എമൗണ്ട് വെച്ചിട്ട് അവിടെ സെല്ലറിന് ഡിസൈഡ് ചെയ്യാം ആർക്കാണ് പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യേണ്ടതെന്ന്. Fully automated exchanges. Multiple buyers and sellers competitively bid on commodities or standardized products, and they buy and sell orders are matched automatically. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റഡ് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഫറെൻറ്റ് ആൾക്കാർ, ഡിഫറെൻറ്റ് ബിസിനസ്സുകളായിരിക്കാം, ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, അവർ കോമ്പറ്റേറ്റീവ്ലി ബിഡ് ഓൺ കമ്മോഡിറ്റീസ് ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ്. ആ ഒരു പ്രൊഡക്ട്സിൽ ബിഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ബിഡ് ആർക്കാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നു. കോമൺ എലമെൻറ്റ്സ് ഓഫ് B2B എക്സ്ചേഞ്ചസ്. സെൻട്രലൈസ്ഡ് മാർക്കറ്റ് സ്പേസ്. അവിടെ ഒരു സെൻട്രലായിട്ടുള്ള ന്യൂട്രൽ ആൻഡ് നോൺ അലൈൻഡ്, അതായത് ആർക്കും ഫേവറബിൾ ഉള്ള ഒരു മാർക്കറ്റ് സ്പേസ് ആയിരിക്കില്ല, അതുപോലെ അലൈൻഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്പേസ് ആയിരിക്കില്ല. അപ്പം ബയേഴ്സിനും സെല്ലേഴ്സിനും ഒരുപോലെ ബെനിഫിറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്പേസ് ആയിരിക്കും സെൻട്രലൈസ്ഡ് മാർക്കറ്റ് സ്പേസ്. ഇനി സ്റ്റാൻഡേർഡൈസ്ഡ് ഡോക്യുമെൻറ്റേഷൻ. അവിടെ വരുന്ന യൂസേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് ഓർ സെല്ലേഴ്സ് പ്രീ ക്വാളിഫൈഡ് ആയിരിക്കും. അവരെ റെഗുലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യിക്കുക. ഇനി പ്രൈസ് കോഡ്സ്, പ്രൈസ് ഹിസ്റ്ററി ആൻഡ് ആഫ്റ്റർ സെയിൽ ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. പ്രൈസിംഗ് മെക്കാനിസം ഈസ് സെൽഫ് റെഗുലേറ്റിംഗ്. അവിടെ ആ B2B എക്സ്ചേഞ്ചിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ B2B മാർക്കറ്റിൽ നടക്കുന്ന പ്രൈസ് കോഡ്സും പ്രൈസ് ഹിസ്റ്ററിയും ആഫ്റ്റർ സെയിൽ ഇൻഫർമേഷനും എല്ലാം വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഇനി കോൺഫിഡൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ബിസിനസ്, ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് സർവീസ് ഈസ് പ്രൊവൈഡ്സ്. അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് കോമൺലി നോൺ ആയിരിക്കില്ല. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെലക്ട് വെൻഡർ, ഫിൽ ഔട്ട് പർച്ചേസ് ഓർഡർ, സെൻഡ് PO ടു വെൻഡർ, പ്രിപ്പയർ ഇൻവോയ്സ്, മേക്ക് പേയ്മെൻറ്റ്, അറേഞ്ച് ഷിപ്മെൻറ്റ്, ഓർഗനൈസ് പ്രൊഡക്റ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് റിസപ്ഷൻ. മോഡൽസ്. ഇനി ഡിഫറെൻറ്റ് B2B മോഡൽസിനെയാണ് എനിക്ക് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അഗ്രിഗേറ്റേഴ്സ്. അഗ്രിഗേറ്റേഴ്സ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അത് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. One company aggregates suppliers to constitute a virtual distributor, aggregates buyers to form a virtual buying entity. B2Bയിൽ അഗ്രിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കമ്പനീസിൽ നിന്നും ലാർജ് സ്കെയിലിൽ പ്രൊഡക്റ്റുകളെ വാങ്ങിച്ചിട്ട് മറ്റുള്ള ബിസിനസ്സുകൾക്ക് സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ സെലക്ഷൻ ആൻഡ് ഫുൾഫിൽമെൻറ്റ്, പ്രൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ. ഹബ്സ് ഓർ പ്രോസസ് ഇൻ്റഗ്രേഷൻ focuses on producing highly integrated value proposition, an innovation, service or feature intended to make company or product attractive to customers through managed process. Defined as neutral internet-based intermediaries that focus on specific industry-specific business processes. They host electronic market and create value by reducing cost of transaction between buyers and sellers. Functional hubs specialized in horizontal market across different industries, focus on business process such as project management and MRO. Community or alliance. In the community model, alliances are used to achieve high value integration coordination without hierarchical control. Members and end users play key role as contributors or customers. ഈ കമ്മ്യൂണിറ്റി മോഡലിൽ അലയൻസ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ഇൻറ്റഗ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് അവിടെ ഒരു ഹയറാർക്കിക്കൽ കൺട്രോൾസ് ഉണ്ടായിരിക്കാം. ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ഹയറാർക്കിക്കൽ കൺട്രോൾ ഉണ്ട്. ആ കൺട്രോളിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ തമ്മിലുള്ള അലയൻസ് കീപ്പ് ചെയ്യുന്നു. കണ്ടൻ്റാണ് നമ്മുടെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ട്രേഡിംഗ്. റവന്യൂ ക്യാൻ ബി ജനറേറ്റഡ് ഫ്രം സബ്സ്ക്രിപ്ഷൻ, membership, advertising, etc.
there are e-companies that sell information about contracts to bid market intelligence and analysis. അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സെല്ല് ചെയ്യുന്ന ഒരുപാട് ഈ കമ്പനീസ് ഉണ്ട്. കോൺട്രാക്ട്സ് ഇൻഫർമേഷനും ബിഡ് മാർക്കറ്റ് ഇൻ്റലിജൻസ് അനാലിസിസ്, അതായത് ബിഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസും അനലൈസ് ചെയ്തിട്ടുള്ള ഡേറ്റയും ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരുപാട് ഈ കമ്പനീസും ഉണ്ട്. Auctions or dynamic pricing marketing handles complex exchanges between buyers and sellers. ഡൈനാമിക് പ്രൈസിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ പോലെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ച് പ്രൈസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു മാർക്കറ്റിനാണ് ഡൈനാമിക് പ്രൈസിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഹാൻഡിൽസ് കോംപ്ലക്സ് എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഡിഫറെൻറ്റ് ബയേഴ്സിനെ ഡിഫറെൻറ്റ് പ്രൈസിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിനെ സെല്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഡൈനാമിക് പ്രൈസിംഗ് മാർക്കറ്റ്സ് ആണ്. They are dynamic and efficient mechanisms for mediating and brokering. Bundle auctions allow agents to bid for bundle of items. സിംഗിൾ ഐറ്റംസിനല്ല, ബണ്ടിൽ ഓഫ് ഐറ്റംസിന് നമുക്ക് പ്രൈസ് കോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ബണ്ടിൽ ഓപ്ഷൻസ് ആണ്. B2B business models. There are two business models in B2B: net marketplace, private industrial networks. Net marketplace means e-distributors, e-procurement, exchanges, industry consortium. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, e-distributor. A company that supplies products and services directly to individual business. ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റും സർവീസും ഇൻഡിവിജ്വൽ ബിസിനസ്സുകൾക്ക് ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി ഓൺലൈൻ വേർഷൻ ഓഫ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ സ്റ്റോർസ് സപ്ലൈ ഗുഡ്സ്, മെയിൻ്റനൻസ്, റിപ്പയർ, ഇൻഡയറക്റ്റ് ഇൻപുട്സ്. They are owned by one company seeking to serve many customers. അപ്പോൾ ഒരു കമ്പനി ആയിരിക്കും ഓൺ ചെയ്തിരിക്കുന്നത്, പക്ഷേ പല പല കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനായിട്ടായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. The products and services a company makes available on its site, the more attractive the site is to potential customers. അപ്പം എന്തുമാത്രം നമുക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാമോ, എന്തുമാത്രം പ്രൊഡക്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാമോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അവരുടെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആണ്. ഗ്രെയിനർ.കോമും പാർട്സ്റ്റോർ.കോം ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഈ പ്രൊക്യൂർമെൻറ്റ്. ക്രിയേറ്റിംഗ് ആൻഡ് സെൽസ് ആക്സസ് ടു ഡിജിറ്റൽ ഇലക്ട്രോണിക് മാർക്കറ്റ്സ്, സിംഗിൾ ഫേം ക്രിയേറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റ് വെയർ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ട്രാൻസാക്ട് ഫോർ ഇൻഡയറക്റ്റ് ഇൻപുട്സ്. അപ്പം എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു അരിബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ക്ലൗഡ് ബേസ്ഡ് നെറ്റ്വർക്ക് സൊല്യൂഷൻ ആണ്. അപ്പം അരിബ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ചെയ്യുന്നത് ഹെൽപ്സ് ലാർജ് ഫേംസ് ടു ഓർഗനൈസ് ദെയർ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്, ദ ആക്ട് ഓഫ് ഒബ്റ്റെയിനിങ് ഓർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ക്രിയേറ്റിംഗ് മിനി ഡിജിറ്റൽ മാർക്കറ്റ്സ് ഫോർ എ സിംഗിൾ ഫേം. അപ്പോൾ ഓരോ സിംഗിൾ ഫേംസിനും അവർ ഒരു പ്ലാറ്റ്ഫോം, അവർക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുമായിട്ടുള്ള ഓരോ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അരിബ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ചെയ്യുന്നത് അവർ ഡിഫറെൻറ്റ് കമ്പനീസ്, ചെറിയ കമ്പനി ആണെങ്കിലും വലിയ കമ്പനി ആണെങ്കിലും അവർക്ക് ഇതുപോലുള്ള ട്രേഡിംഗ് നടത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു, ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനാണ് ഈ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. ദേ ക്രിയേറ്റ് കസ്റ്റം ഇൻറ്റഗ്രേറ്റഡ് ഓൺലൈൻ കാറ്റലോഗ് ഫോർ പർച്ചേസിങ് ഫേംസ്. ആ ഫേംസിന് വേണ്ടി മാത്രമാണ് അവരത് ബിൽഡ് ചെയ്യുന്നത്. ദേ ഹെൽപ്പ് വെൻഡേഴ്സ്. Vendors means a person or company offering something for sale by providing software to handle catalog creation, shipping, insurance, finance, etc. Buy and sell side software is referred to as value chain management software. വാല്യൂ ചെയിൻ എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പം ബൈ ആൻഡ് സെൽ സൈഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. റവന്യൂ മോഡൽ, അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഫീസ് ഫോർ മാർക്കറ്റ്. അവരുടെ മാർക്കറ്റ് യൂസ് ചെയ്യുന്നതിനുള്ള സർവീസ് ഫീസ് ആയിരിക്കും അവരുടെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത്. അരിബ കോൾഡ് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡേഴ്സ്. അവരൊരു ASP ആണ്, അതായത് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡറാണ്. ദേ ആർ ഏബിൾ ടു ഓഫർ ഫേംസ് മച്ച് ലോവർ കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ബൈ അച്ചീവിങ് സെയിൽസ് എക്കണോമിക്സ്. അപ്പോൾ ഓരോ കമ്പനിയുടെ സെയിൽസിനനുസരിച്ച് അവർക്ക് സോഫ്റ്റ്വെയർ സർവീസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അരിബ പോലെയുള്ള കമ്പനീസാണ്. Exchanges. It is an independent digital electronic marketplace where suppliers and commercial purchasers can conduct transactions. Independently owned vertically digital market for direct input. വെർട്ടിക്കൽ ഡിജിറ്റൽ മാർക്കറ്റ് ആയിരിക്കാം, അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. എക്സ്ചേഞ്ചസ് ആർ ഓൺഡ് ബൈ
ഇൻഡിപെൻഡൻറ്റ് എൻ്റർപ്രണറിയൽ സ്റ്റാർട്ടപ്പ് ഫേംസ് ഹൂസ് ബിസിനസ് ഈസ് മേക്കിംഗ് എ മാർക്കറ്റ്. അപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റ് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലുള്ള എക്സ്ചേഞ്ചസ് ആണ്. റവന്യൂ മോഡൽ ചാർജിങ് എ കമ്മീഷൻ ഫീ ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ട്രാൻസാക്ഷൻ. അങ്ങനെ എക്സ്ചേഞ്ചസ് നടക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ആ കോസ്റ്റാണ്, ആ എക്സ്ചേഞ്ച് കോസ്റ്റിനെയാണ് അവരുടെ റവന്യൂ മോഡലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബയേഴ്സ് പോസിബിൾ ടു ഗ്യാദർ ഇൻഫർമേഷൻ, ചെക്ക് ഔട്ട് സപ്ലയേഴ്സ്, കളക്ട് പ്രൈസസ്. സെല്ലേഴ്സ് എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ആക്സസ് ടു ബയേഴ്സ്. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ലോവർ ദ സെയിൽസ് കോസ്റ്റ്. ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ സെയിൽസ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സോ അല്ലെങ്കിൽ സെല്ലേഴ്സോ ആണെങ്കിൽ അവിടെ ആ സെയിൽസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ദ സ്പീഡ് ആൻഡ് വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ മീൻസ് മാർക്കറ്റ് ലിക്വിഡിറ്റി. ഇപ്പോൾ ഈസി ആണ്, കുറച്ചുകൂടി ഈസി ആയിട്ട് സ്പീഡിൽ ലാർജ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി, അതായത് ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും ഏത് ടൈപ്പ് മാർക്കറ്റിനെ വേണമെങ്കിലും അതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റും. ഇനി സംടൈംസ് സപ്ലയേഴ്സ് ഫേസ് പവർഫുൾ പ്രൈസ് കോമ്പറ്റീഷൻ. ചില സമയത്ത് സപ്ലയേഴ്സ് പ്രൈസ് കോമ്പറ്റീഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രി കൺസോർഷ്യം. ഇൻഡസ്ട്രി കൺസോർഷ്യം ഈസ് എ ഗ്രൂപ്പ് ദാറ്റ് ഇൻവോൾവ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം സെവറൽ ഡിഫറെൻറ്റ് കമ്പനീസ്. ഇൻഡസ്ട്രി കൺസോർഷ്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കമ്പനീസിലെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു ഗ്യാതറിങ്ങിനെ അല്ലെങ്കിൽ അവരുടെ ഒരു കൺസോർഷ്യത്തെയാണ് പറയുന്നത്. ദേ ആർ ഇൻഡസ്ട്രി ഓൺഡ് വെർട്ടിക്കൽ മാർക്കറ്റ് പ്ലേസ് ദാറ്റ് സെർവ് സ്പെസിഫിക് ഇൻഡസ്ട്രീസ് സച്ച് ആസ് ഓട്ടോമൊബൈൽ, എയറോസ്പേസ്, കെമിക്കൽ ഇൻഡസ്ട്രി. ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിരിക്കും ഇൻഡസ്ട്രി കൺസോർഷ്യത്തിൽ ഉണ്ടായിരിക്കാം. ഒരു ഇൻഡസ്ട്രി ഓൺഡ് വെർട്ടിക്കൽ ഡിജിറ്റൽ മാർക്കറ്റ് open to select suppliers. Horizontal marketplace sell specific products and services to a wide range of companies. Supply companies in different industries with a particular type of product and services such as marketing related, financial, etc. അപ്പം ഒരുപാട് വെറൈറ്റി ഓഫ് കാറ്റഗറി പ്രോഡക്ട്സിനെ സെല്ല് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതുമായിട്ടുള്ള കമ്പനീസും ഉണ്ടാവാം. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്ട്സിനെയും കാറ്റഗറിയെയും ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുന്ന കമ്പനീസും ഉണ്ടാവാം. അതാണ് വെർട്ടിക്കൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. സപ്ലൈ എ സ്മോൾ നമ്പർ ഓഫ് കമ്പനീസ് വിത്ത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് സ്പെസിഫിക് ഇൻട്രസ്റ്റ് ടു ദെയർ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമായിരിക്കും വെർട്ടിക്കൽ മാർക്കറ്റ് പ്ലേസിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാറ്റഗറി മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. എക്സാമ്പിളായിട്ട് പറയുന്നത് എക്സോ സ്റ്റാർ ആണ്. അവരുടെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് ഫീസ് ആൻഡ് കമ്മീഷൻസ് ഓഫ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ ഫീസോ കമ്മീഷനോ ആയിരിക്കും അവരുടെ റവന്യൂ മോഡൽ. Next one is private industrial networks. Private industrial networks or private trading exchanges, or we call it as PTX. They are digital network designed to coordinate the flow of communication among firms engaged in business together. അവരൊരു ഡിജിറ്റൽ നെറ്റ്വർക്കാണ്. എന്തിനു വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ടു കോർഡിനേറ്റ് ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എമോങ് ഫേംസ് തമ്മിലുള്ള ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഡിഫറെൻറ്റ് ബിസിനസ്സുകളെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. അതിൽ സിംഗിൾ ഫേമും ഇൻഡസ്ട്രി വൈഡും എന്താണെന്ന് നോക്കാം. സിംഗിൾ ഫേം പ്രൈവറ്റ് ഇൻഡസ്ട്രി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് മോസ്റ്റ് കോമൺ ഫോമാണ്. കമ്പനി ഓൺഡ് നെറ്റ്വർക്ക് ടു കോർഡിനേറ്റ് സപ്ലൈ ചെയിൻസ് വിത്ത് ലിമിറ്റഡ് സെറ്റ് ഓഫ് പാർട്ട്നേഴ്സ്. അവർക്ക് ലിമിറ്റഡ് സെറ്റ് ഓഫ് പാർട്ട്നേഴ്സേ കാണത്തുള്ളൂ. കമ്പനി ഓൺഡ് നെറ്റ്വർക്കുമായിരിക്കും. ഓൺഡ് ബൈ എ സിംഗിൾ ലാർജ് പർച്ചേസിംഗ് ഫേം. ഒരു ലാർജ് പർച്ചേസിംഗ് ഫേം ആയിരിക്കും അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. വാൾമാർട്ട് എന്ന് പറയുന്നത് സിംഗിൾ ഫേം പ്രൈവറ്റ് ഇൻഡസ്ട്രി നെറ്റ്വർക്കിന് എക്സാമ്പിളാണ്. അപ്പം അതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. പാർട്ടിസിപ്പേഷൻ ഈസ് ബൈ ഇൻവിറ്റേഷൻ ഓൺലി ടു ട്രസ്റ്റഡ് ലോങ് ടേം സപ്ലയേഴ്സ് ഓഫ് ഡയറക്റ്റ് ഇൻപുട്സ്. അപ്പം വാൾമാർട്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന പാർട്ടീസ് എന്ന് പറയുന്നത് അവരുടെ ബയേഴ്സോ സെല്ലേഴ്സോ ആയിരിക്കാം, അവരുടെ റെഗുലർ ആയിട്ടുള്ള ബയേഴ്സോ സെല്ലേഴ്സോ ആയിരിക്കാം, അതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കാം. ഇവോൾവ്ഡ് ഔട്ട് ഓഫ് ഫേംസ് ഓൺ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം ERP is a process by which a company manages and integrates the important parts of its business. എന്ന് പറയുന്നത് ഇവോൾവ്ഡ് ഔട്ട് ഓഫ് ഫേംസ് ഓൺ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം. ആ ഫേമിന് ഒരു റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ മാനേജ് ചെയ്യുന്നത്.
ഇനി അവരുടെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് കോസ്റ്റ് അബ്സോർബ്ഡ് ബൈ ദ നെറ്റ്വർക്ക് ഓണർ ആൻഡ് റിക്വയർഡ് ത്രൂ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസീസ്. അപ്പോൾ ആ നെറ്റ്വർക്ക് ഓൺ ചെയ്തിരിക്കുന്നത് ഇവർ തന്നെയാണ്, ആ ഇൻഡസ്ട്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി വഴി കിട്ടുന്ന ആ കോസ്റ്റാണ്. ഇനി ഇൻഡസ്ട്രി വൈഡ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്ക്സ് evolved out of industrial associations owned by consortium of large firms in an industry goals, providing neutral set of standards for commercial transaction over the internet. അവർക്ക് ഒരു ന്യൂട്രൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, അതായത് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും നടത്താൻ വേണ്ടി ന്യൂട്രൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രി വൈഡ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്ക്സ്. ഇനി ഷെയർഡ് ആൻഡ് ഓപ്പൺ ടെക്നോളജി പ്ലാറ്റ്ഫോം ഫോർ സോൾവിങ് ഇൻഡസ്ട്രി പ്രോബ്ലംസ്. അവർ ഒരു ഓപ്പൺ ടെക്നോളജി പ്ലാറ്റ്ഫോം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രി പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട്. പ്രൊവൈഡിങ് ഓപ്പറേഷണൽ നെറ്റ്വർക്ക്സ് ദാറ്റ് അലോസ് ദ മെമ്പർ ഓഫ് ദ എൻറ്റയർ ഇൻഡസ്ട്രി ടു ക്ലോസ്ലി കൊളാബറേറ്റ്. അപ്പോൾ അവർ മെമ്പേഴ്സിനെ, ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാനായിട്ടുള്ള നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏജൻട്രിക്സ് ആണ്. അവരൊരു റീറ്റെയിലേഴ്സിനെയും സപ്ലയേഴ്സിനെയും പാർട്ട്നേഴ്സിനെയും കോൺട്രിബ്യൂട്ടേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് ഹബ്ബാണ് ഏജൻട്രിക്സിനുള്ളത്. ദേ പ്രൊവൈഡ് ടൂൾസ്, നെഗോഷിയേഷൻസ്, ഓപ്ഷൻസ്, വേൾഡ് വൈഡ് ഐറ്റം മാനേജ്മെൻറ്റ്, ഗ്ലോബൽ കാറ്റലോഗ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസുകളും ഏജൻട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ഓഫർ മച്ച് മോർ ഫങ്ഷണാലിറ്റീസ് ദാൻ ഇൻഡസ്ട്രി കൺസോർഷ്യ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആ കൺസോർഷ്യത്തിലും കൂടുതൽ ഫങ്ഷണാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് C2C. കൺസ്യൂമർ സെല്ലിംഗ് ടു അതർ കൺസ്യൂമേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൺലൈൻ മാർക്കറ്റ് മാർക്കർ സച്ച് ആസ് ഓപ്ഷൻ സൈറ്റ്സ്, eBay.com, tradeonline.com, ഓർ ബൈ സെല്ലിംഗ് പേഴ്സണൽ സർവീസസ് ഓർ എക്സ്പെർട്ടൈസ് ഓൺലൈൻ. ഇപ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ട് കസ്റ്റമർ ടു കസ്റ്റമർ സർവീസുകൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് സെല് ചെയ്യാനുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ള കസ്റ്റമേഴ്സിൽ നമുക്കത് ബൈ ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് റിക്വസ്റ്റ് ചെയ്യാം. കൺസ്യൂമേഴ്സ് പ്രിപ്പയർസ് ദ പ്രോഡക്റ്റ് ഫോർ മാർക്കറ്റ്, പ്ലേസസ് ദ പ്രോഡക്റ്റ് ഫോർ ഓപ്ഷൻ സെയിൽ, റിലേസ് ഓൺ ദ മാർക്കറ്റ് മാർക്കർ ടു പ്രൊവൈഡ് കാറ്റലോഗ്, സെർച്ച് എൻജിൻസ് ആൻഡ് ട്രാൻസാക്ഷൻ ക്ലിയറിംഗ് കേപ്പബിലിറ്റീസ് സോ ദാറ്റ് ദ പ്രോഡക്റ്റ് ക്യാൻ ബി ഈസിലി ഡിസ്കവേർഡ് ആൻഡ് പെയ്ഡ്. ഇപ്പോൾ eBay അതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ OLX എന്ന് പറയുന്നത് C2Cക്ക് ഒരു എക്സാമ്പിളാണ്. C2C ഹെൽപ്സ് കൺസ്യൂമേഴ്സ് കണക്ട് വിത്ത് അതർ കൺസ്യൂമേഴ്സ് ടു കണ്ടക്ട് ബിസിനസ്. മറ്റുള്ള കൺസ്യൂമേഴ്സുമായിട്ട് ബിസിനസ് പോസിബിൾ ആക്കാൻ, ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബിഫോർ eBay യൂസ്ഡ് ഗാരേജ് സെയിൽ, ഫ്ലീ മാർക്കറ്റ്സ് ആൻഡ് ത്രിഫ്റ്റി ഷോപ്സ്. eBayക്ക് മുമ്പ് ഇതുപോലെയുള്ള കസ്റ്റമർ ടു കസ്റ്റമർ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നമ്മൾ തന്നെ സെല്ല് ചെയ്യുന്നു, ആരെങ്കിലും ആവശ്യക്കാർ വന്നത് വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ ചെന്ന് ഏതെങ്കിലും കസ്റ്റമേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്ട്സിനെ നമ്മൾ വാങ്ങിക്കുന്നു. half.com ഒക്കെ അതിന് എക്സാമ്പിളാണ്. ദ ടെക്സ് കമ്മീഷൻ ഓൺ ദ സെയിൽ. അവർക്ക് ആ ഒരു കമ്മീഷനായിരിക്കും ആ C2Cയിലെ മാർക്കറ്റിന് കിട്ടുക. അവിടെ റവന്യൂ മോഡൽ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഫീ ആണ്. അവിടെ എന്ത് ബൈയിങ് സെല്ലിങ് നടന്നാലും, ഇപ്പോൾ eBayയിൽ എന്ത് ബൈയിങ് സെല്ലിങ് നടന്നാലും അവർക്കൊരു കമ്മീഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ OLXൽ അതുപോലെ തന്നെ കമ്മീഷൻ ഉള്ള ട്രാൻസാക്ഷനും ഉണ്ട്, കമ്മീഷൻ ഇല്ലാത്ത ട്രാൻസാക്ഷനും ഉണ്ട്. C2C എക്സ്പെർട്ട് ഇൻഫർമേഷൻ എക്സ്ചേഞ്ചസ് ജനറേറ്റ് റവന്യൂ. ഇനി askme.com ഫ്രീ സം അലോ ദെയർ എക്സ്പെർട്സ് ടു നെഗോഷിയേറ്റ് ഫീസ്. askme.comലും ഇതുപോലെയാണ്, സം അലോസ് ദെയർ എക്സ്പെർട്സ് ടു നെഗോഷിയേറ്റ് ഫീസ്. ഇനി inforocket.com, വൺ ഓഫ് ദ ഫസ്റ്റ് QA marketplace, allows a person to submit a question to review the profiles of the experts who offer to answer. ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ഒക്കെ കസ്റ്റമർ ടു കസ്റ്റമർ എക്സാമ്പിളാണ്, കൺസ്യൂമർ ടു കൺസ്യൂമറിന് എക്സാമ്പിളാണ്. When the person asking a question accepts an expert offer, inforocket.com bills the person credit card, delivers the answer and take 20% commission. അപ്പോൾ അവിടെ നടക്കുന്ന സർവീസുകൾക്ക് ഒരു 20%, 2% ഒക്കെ കമ്മീഷനായിരിക്കും അവർ. നെക്സ്റ്റ് ഈസ് C2B, ഓൾസോ കോൾഡ് റിവേഴ്സ് ഓപ്ഷൻ. ഡിമാൻഡ് കളക്ഷൻ മോഡൽ enables buyers to name their own price
ഫോർ എ സ്പെസിഫിക് ഗുഡ്സ് ഓർ സർവീസസ് ജനറേറ്റിംഗ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡുള്ള പ്രോഡക്റ്റിന് പ്രൈസ് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ആയിരിക്കും ഇവിടെ ബിസിനസ്സുകൾക്ക് പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യുന്നത്. ബിസിനസ് ആയിരിക്കും കസ്റ്റമേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നത്. വെബ്സൈറ്റ് കളക്ട്സ് ഡിമാൻഡ് ബിഡ്സ്, ഓഫർ ദ ബിഡ്സ് ടു ദ പാർട്ടിസിപ്പേറ്റിംഗ് സെല്ലേഴ്സ്. priceline.com reverseauction.com ഒക്കെ അതിന്. ഇനി ഈ ബിസിനസ് മോഡൽ ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ടൈപ്പ്. നമ്മൾ ട്രാൻസാക്ഷൻ പാർട്ടീസിൻ്റെ ബേസിലാണ് ഇത്രയും നേരം ഡിവൈഡ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ടൈപ്പിൻ്റെ ബേസിലാണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബിസിനസ് മോഡൽ ഈസ് റൂൾഡ് ബൈ 2 പാരാമീറ്റേഴ്സ്. ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് 2 പാരാമീറ്ററിൻ്റെ ബേസിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ അഡീഷൻ, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. ഇനി വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്, വാല്യൂ അഡീഷൻ ഈസ് ദ അഡീഷൻ ഓഫ് വാല്യൂ ടു എ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ബിക്കോസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഇറ്റ് ഓഫേഴ്സ് ഓൺ ദ വെബ്. ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പും അതിന് ശേഷവും ഒരുപാട് സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് കളക്ഷൻ തൊട്ട് അതിൻ്റെ ഡിസൈൻ, പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ എംപ്ലോയി ചാർജ്, അപ്പോൾ അങ്ങനെ ഒരുപാട് കോസ്റ്റ് ഒരു പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ, ഹൈ ആൻഡ് ഹയറാർക്കിക്കൽ കൺട്രോൾ, ലോ ആൻഡ് നോ കൺട്രോൾ, സെൽഫ് ഓർഗനൈസിങ് കൺട്രോൾ ത്രൂ ദ പോളിസീസ് ഓഫ് ദ വെബ്സൈറ്റ്. അപ്പോൾ ഹൈ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയറാർക്കിക്കൽ കൺട്രോൾ ആയിരിക്കും, ഒരു ഓർഡറിൽ, ഒരു സ്പെസിഫിക് ഓർഡറിലായിരിക്കും ആയിട്ട് കൺട്രോൾ പോകുന്നത്. ഇനി ലോ എൻഡ് എന്ന് പറഞ്ഞാൽ നോ കൺട്രോൾ ആയിരിക്കും, അവിടെ സെൽഫ് ഓർഗനൈസിങ് ആയിരിക്കും, അവിടെ ഒരു സ്പെസിഫിക് കൺട്രോൾ ഉണ്ടായിരിക്കുകയില്ല.